ഗൈസ്, കഴിഞ്ഞ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഗ്രീൻ ക്യാമ്പ് മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഒരു ട്രക്ക് അടിച്ച് മാറ്റിയായിരുന്നു. അതിൽ നിന്ന് കുറേ പൈസയൊക്കെ കിട്ടി. ആ വീഡിയോ നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങ് മിസ്സായി പോയി ഗൈസ്. സ്റ്റോറേജ് കൂടിയപ്പോൾ ഞാൻ ഡിലീറ്റ് ആക്കിയപ്പോൾ ആ വീഡിയോയും അറിയാതെ അങ്ങ് ഡിലീറ്റ് ആയി പോയേട്ടോ. നമുക്ക് എന്തായാലും മേളിൽ പോയി ചേച്ചിയുടെ അടുത്ത് ചോദിക്കാം. ചേട്ടനെ കാണുന്നില്ലല്ലോ കുറച്ച് ദിവസമായിട്ട്. എന്തായാലും ചേച്ചിയോട് പോയി ചോദിക്കാട്ടോ. ചേട്ടൻ എന്ത് ചെയ്യുന്നു ചോദിക്കട്ടെ. എന്തായാലും ചേട്ടൻ എന്ത് ചെയ്യുന്നു പോയി ചോദിക്കട്ടെ. ചേച്ചി, ഞാൻ മേക്കപ്പ് ചെയ്യും. ഇങ്ങോട്ടെങ്ങനെ കേറിയാ നിന്റെ മുട്ടുകാലി തട്ടി. ചേച്ചിയോടെ മേക്കപ്പ് ഇടുവാണ് ഗെയ്സ്. അതുകൊണ്ട് കുറച്ച് തിരക്കിലാണെന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് നമ്മുടെ വർക്കിലോട്ട് പോവാം. ഇന്നൊരു കോൺട്രാക്ടർ എനിക്കൊരു വർക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ വർക്ക് ചെയ്യാൻ വേണ്ടി നേരെ പോവാട്ടോ. നമ്മുടെ ഒരു ബൈക്ക് നമ്മൾ സെക്കൻഡ് ഹാൻഡ് എടുത്തായിരുന്നു ബൈക്ക്. അതൊക്കെ ആ വീഡിയോ ഉൾപ്പെട്ടായിരുന്നു. അതൊക്കെ ഡിലീറ്റ് ആയി പോയിട്ടോ. നമ്മുടെ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് നേരെ പോയി എടുത്തിട്ട് വരാം കേട്ടോ. ഗൈസ്, ഇതാണ് നമ്മുടെ സെക്കൻഡ് ഹാൻഡ് ബൈക്ക്. ഒരു വില കുറഞ്ഞൊരു ബൈക്കാണ് മേടിച്ചത്. എന്തായാലും ഗൈസ്, വില കുറഞ്ഞൊരു നല്ല ബൈക്കാണ് നമ്മൾ എന്തായാലും മേടിച്ചത്. എന്തായാലും നേരെ നമുക്ക് ജോബ് നടക്കുന്നിടത്തോട്ട് പോവാം. എനിക്കൊരു കൺസ്ട്രക്ഷൻ വർക്കിൻ്റെ ജോബാണ് കിട്ടിയേക്കുന്നത്. അവിടെ ഇന്ന് കുറച്ച് പണിക്കാരെ വരുന്നുള്ളൂ. ഞാനും പിന്നെ കോൺട്രാക്ടർ രണ്ടുപേരും കാണും. അത്രയും പേര് കാണത്തുള്ളൂ. ഇന്ന് പണിക്കാർ കുറച്ച് കുറവാണ് ഗൈസ്. ബാക്കി എല്ലാവർക്കും എന്തോ തിരക്കൊക്കെ ആയിട്ട് അവിടെ പോയേക്കുവാണ്. അതിൽ നേരെ നമുക്ക് കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് പോവാം കേട്ടോ. ഗൈസ്, കൺസ്ട്രക്ഷൻ സൈറ്റ് ഇവിടുന്ന് ഇച്ചിരി ദൂരമുണ്ട്. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് പോവാം കേട്ടോ. നമ്മൾ ഏകദേശം കൺസ്ട്രക്ഷൻ സൈറ്റിൽ എത്തിയിട്ടുണ്ട്. നിങ്ങളാണോ കോൺട്രാക്ടേഴ്സ്? നീ ചെയ്യേണ്ടത് വെച്ചാൽ ഈ JCB എടുത്തിട്ട് ഇവിടുത്തെ മണ്ണെല്ലാം ഉഴുതു മറിക്കണം. അതാണ് നിനക്കുള്ള ജോലി. നീ പെട്ടെന്ന് അത് പോയി ചെയ്യേ. ഞങ്ങൾ അപ്പോഴത്തേക്ക് റെസ്റ്റ് എടുക്കാൻ പോവുക കേട്ടോ. മര്യാദക്ക് ചെയ്തോണം. ഓടാ, സാറ് പറഞ്ഞ അതേപോലെ തന്നെ ചെയ്യണം നീ കേട്ടോ. JCB എടുത്ത് പെട്ടെന്ന് പണി തുടങ്ങുക. എന്തായാലും നമുക്ക് JCB എടുക്കാം കേട്ടോ. സാറന്മാർ പറഞ്ഞ് JCB വെച്ചാണ് വർക്കെന്നാണ്. എനിക്ക് JCB ഓട്ടിക്കാനുള്ള ലൈസൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇന്നാൾ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോയി എടുത്തായിരുന്നു JCBയുടെ ലൈസൻസ്. എന്തായാലും നമ്മൾ എടുത്തത് കാര്യമായി. അതുകൊണ്ട് നമുക്ക് ഈ കൺസ്ട്രക്ഷൻ പണിയിലൊക്കെ ഉൾപ്പെടാൻ പറ്റും. JCB ഒരു ദിവസം കയറുന്നതിന് രൂപയെന്ന് വെച്ചാൽ 2000 രൂപയാണ് കിട്ടുന്നത് ഒരു ദിവസം കയറുന്നതിന്. അതെന്തായാലും നല്ലതായി ഗെയ്സ്. 2000 രൂപ കിട്ടുമല്ലോ. അത് തന്നെ ലാഭം ഗെയ്സ്. എന്തായാലും നമുക്ക് നേരെ കയറാം കേട്ടോ നമ്മുടെ JCBയിൽ. ഇനി നേരെ നമ്മുടെ വർക്ക് തുടങ്ങാം കേട്ടോ. നമുക്ക് നേരെ JCB കൊണ്ട് മണ്ണ് കിടക്കുന്നിടത്തോട്ട് പോവാം കേട്ടോ. ഗെയ്സ്, മണ്ണ് കിടക്കുന്നു ഗെയ്സ്. നമുക്കതൊന്ന് കിളച്ച് മറിക്കാം. എന്തായാലും നമുക്ക് കുറച്ചായിട്ട് കിളച്ചൊക്കെ മറിച്ചേക്കാം. ഇവിടെ അടുത്ത് മരം മുറിക്കുന്ന പണി നടക്കുവാണ് കേട്ടോ. ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തേൻ്റെ പുരയിൽ മരം മുറിക്കുന്ന പണി നടക്കുവാണ്. അതാണ് ഒരു നോയ്സ് കേൾക്കുന്നത്. അത് നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. മരം മുറിപ്പുകാരോട് പോയി പറയാൻ പറ്റത്തില്ലല്ലോ മരം മുറിക്കാതിരിക്കാൻ. അതുകൊണ്ടാണ് ഗെയ്സ്. എന്തായാലും നമുക്ക് കിളയ്ക്കാം കേട്ടോ. എന്തായാലും ഗെയ്സ്, നമ്മൾ നേരെ കിളയ്ക്കുന്നുണ്ട് നമ്മുടെ JCB വെച്ച്. നല്ല വൃത്തിക്ക് കിളയ്ക്കണം ഗൈസ്. എന്നാലേ നമുക്ക് 2000 രൂപ കിട്ടുകയുള്ളൂ. നല്ല വൃത്തിക്ക് കിളച്ചെടുക്കാം. ഇത് കോൺട്രാക്ടേഴ്സിൻ്റെ തന്നെ സ്വന്തം JCB ആണ് കേട്ടോ. നമ്മൾ ഡ്രൈവർ മാത്രമാണ്. അന്നേരം നമുക്ക് നേരെ വർക്ക് ചെയ്യാം കേട്ടോ. നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഗൈസ്. അടിപൊളിയായിട്ട് വർക്ക് ചെയ്യണം ഗൈസ് നമുക്ക്. എന്നാലേ പൊളിയാവത്തോളം. നമുക്ക് ഇത് താത്തിയേക്കാം. ഞാൻ JCB ഓട്ടിക്കാൻ പഠിച്ചെങ്കിൽ ഇപ്പോഴാണ് വർക്ക് ചെയ്യുന്നത്. എന്തായാലും ഗൈസ്, നമുക്ക് ഈ കൈ താത്തി വർക്ക് ചെയ്തുകൊണ്ടിരിക്കാം. എന്തായാലും ഞാൻ JCB വെച്ച് കുറേ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അടിപൊളിയായിട്ട് തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് JCB ഉപയോഗിച്ച്. അടിപൊളി സെറ്റപ്പായിട്ട് വർക്കൊക്കെ ചെയ്യുന്നുണ്ട് ഗൈസ് നമ്മൾ JCB വെച്ച്. ഗൈസ് കണ്ടോ, മണ്ണുഴുത് മറിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. എന്തായാലും ഗൈസ്, കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. കുറച്ച് ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ട് ഗൈസ് ഇത് ചെയ്യാൻ വേണ്ടി. എന്നാലും ചെയ്യുക. നമുക്ക് 2000 രൂപ കിട്ടുമല്ലോ. 2000 രൂപ വെച്ച് നമുക്ക് ഒരു മാസമൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചാൽ കുറേ രൂപയൊക്കെ ആവും ഗൈസ്. വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കോൺട്രാക്ടേഴ്സൊക്കെ തിരിച്ചു പോയി. ഇനി എനിക്ക് തിരിച്ചു പോകണം ഗൈസ്. നമ്മൾ വർക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ഒരു ഈവനിങ് 5 മണിയൊക്കെ ആയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ബൈക്കിൽ കയറാം കേട്ടോ. നമ്മുടെ ബൈക്കിൽ കയറി നേരെ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം കേട്ടോ. ഇപ്പോൾ ചേട്ടനൊക്കെ വീട്ടിൽ വന്നു കാണും ചിലപ്പം. നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം കേട്ടോ ഗൈസ്. നമ്മൾ നേരെ നമ്മുടെ ബൈക്ക് എടുത്ത് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം കേട്ടോ. നമ്മൾ നേരെ നമ്മുടെ
വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. എന്തായാലും നമ്മുടെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. കൺസ്ട്രക്ഷൻ സൈറ്റിൻ്റെ ഇച്ചിരി അടുത്ത് തന്നെയാണ് നമ്മുടെ വീട്. എന്തായാലും അടുത്ത് കൺസ്ട്രക്ഷൻ കിട്ടി എന്തായാലും നന്നായി. നമുക്ക് വീട്ടിൽ പഴപ്പമാണ് എല്ലാ ബിൽഡിംഗ് ആണ് അതിൻ്റെ ബാക്കിലായിട്ടാണ് നമ്മുടെ വീട് ഗൈസ്. നമ്മൾ ഏകദേശം നമ്മുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. എന്തായാലും ഗൈസ് നമുക്കിവിടെ വണ്ടി പാർക്ക് ചെയ്യാം കേട്ടോ. ചേട്ടൻ വന്നോന്ന് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ചോദിക്കാം. എന്തായാലും ഗൈസ് ഞാൻ നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ചോദിക്കാം. എന്തായാലും ഗൈസ് അച്ഛ അമ്മ ചേട്ടൻ വന്നോ? വന്നില്ലടാ, അവൻ ഇതുവരെ വന്നില്ല. അവനെ കാണാനേ ഇല്ല, ഇതുവരെ വന്നില്ല. 2 ദിവസമായി അവനെ കണ്ടിട്ട് ഞാൻ തന്നെ. എപ്പോൾ വരുമോന്ന് എനിക്ക് പോലും അറിയത്തില്ല. ആണോ അച്ഛ? എപ്പോൾ വരുമായിരിക്കും ചേട്ടാ? എനിക്ക് ഭയങ്കര വിഷമം വരുന്നു അച്ഛാ. ചേട്ടനെ കാണുന്നില്ല കുറച്ച് ദിവസമായി. അവനെ കണ്ടിട്ട് തന്നെ കുറച്ച് ദിവസമായി. അല്ലോടെ കൂട്ടുകാരുടെ കൂടെ ടൂറ് പോയതായിരിക്കും, അല്ലാതൊന്നും ഇല്ലടാ. ടൂറ് പോയത് തന്നെ അവൻ. അല്ലാത്തോണ്ട് രാത്രി ഞാൻ മോട്ടു പത്ലു ഗെയിമൊക്കെ കളിച്ചായിരുന്നു. എന്തായാലും പിറ്റേ ദിവസമായി കുറേ ഉറക്കമില്ലാതെ നമ്മൾ കുറേ ഗെയിമൊക്കെ കളിച്ചങ്ങിരുന്ന് ഗൈസ്. രാത്രി മൊത്തം തെള്ളി നീക്കി. ആ ഘോരമായ രാത്രി കഴിഞ്ഞ. എന്തായാലും നെക്സ്റ്റ് ഡേ ആയല്ലോ. ഇനി ഇന്നത്തെ പരിപാടികൾ ചെയ്യാം എന്തായാലും. എന്തായാലും നേരെ ഒന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് പോവാം. ചേട്ടനെ അന്വേഷിക്കണ്ടേ? നമുക്ക് എന്തായാലും പോവാം, പോയേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് തീരെ ഉറക്കമില്ല. എന്തായാലും നമ്മൾ ബൈക്ക് എടുത്ത് നേരെ അന്വേഷിക്കാൻ പോവുകയാണ് ചേട്ടൻ പോവാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഞാൻ അന്വേഷിക്കാറ്. എന്തായാലും നമുക്ക് ചേട്ടൻ പോവാറുള്ള സ്ഥലത്തൊക്കെ പോയി ഒന്ന് അന്വേഷിക്കാം. ചേട്ടൻ ആദ്യം പോകുന്നതെന്ന് വെച്ചാൽ ചേട്ടനൊരു ഗേൾ ഫ്രണ്ടിൻ്റെ വീട് ഇവിടെ ഉണ്ട്. നമുക്ക് ഇവിടെ പോയി അന്വേഷിക്കാം കേട്ടോ. നമുക്കിവിടെ പോയി അന്വേഷിക്കാം. എന്തായാലും ഗൈസ് നമുക്കിവിടെ അന്വേഷിച്ചേക്കാം കേട്ടോ. നമുക്ക് നേരെ പോയി അന്വേഷിക്കാം. ചേട്ടനെ കുറച്ച് വലിയ വിവരം ഉണ്ടോയെന്ന്. ഗൈസ് നമ്മൾ ഈ ചേട്ടനെ കുറച്ച് ചോദിച്ചിട്ടുണ്ട്. അന്നേരം ചേച്ചി പറഞ്ഞതെന്ന് വെച്ചാൽ ചേട്ടൻ ഇതുവരെ വന്നിട്ടില്ലെന്നാണ്. ചേച്ചി കാണാൻ മെനഞ്ഞാന്നെങ്ങാണ്ട് വന്നിട്ട് പോയതാണെന്നാണ് പറഞ്ഞത് ബൈക്കിൽ. ഗൈസ് നമുക്ക് നേരെ ഇനി ബാബുമാമൻ്റെ വീട്ടിൽ പോയി അന്വേഷിക്കാം. എന്തായാലും ഞാൻ നേരെ ബാബുമാമൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. ചിലപ്പോൾ ബാബുമാമൻ്റെ വീട്ടിൽ ചിലപ്പോൾ കാണാൻ സാധ്യതയുണ്ട് നമ്മുടെ അണ്ണൻ. എന്തായാലും പോയി നോക്കാം കേട്ടോ ബാബുമാമൻ്റെ വീട്ടിൽ. നേരെ മുഴുവനും ബാബുമാമൻ്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ പോയി ചോദിക്കാം കേട്ടോ. എന്തായാലും നമുക്ക് ചോദിച്ചിട്ട് വരാം. ഗൈസ് നമ്മുടെ ബാബുമാമ പറഞ്ഞു വെച്ചാൽ ഇവിടെയാണ് ചേട്ടൻ വന്നിട്ടില്ലെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇനി എവിടെ അന്വേഷിക്കാനുള്ള എവിടെ അന്വേഷിക്കായില്ലല്ലോ ഗൈസ്. എനിക്കാകെ വിഷമമായിട്ട് വയ്യ ഗൈസ്. എൻ്റെ ചേട്ടൻ്റെ കാര്യം ഓർത്ത്. ചേട്ടനെ എനിക്ക് വളരെ ഇഷ്ടമാണ് ഗൈസ്. ചേട്ടൻ കാണാനില്ല. നിങ്ങളൊക്കെ അടിപൊളി. ചേട്ടനെ എനിക്ക് വളരെ ഇഷ്ടമാണ് ഗൈസ്. കാണാനില്ല ചേട്ടനെ. ചേട്ടാ ഗൈസ് നമ്മൾ ഇനി എന്തായാലും വണ്ടി ഓടിച്ച് കറങ്ങി നോക്കട്ടെ. ഇവിടെങ്ങാണോ ചേട്ടൻ എയർപോർട്ടിൻ്റെ ഭാഗത്തൊക്കെ ചേട്ടൻ എപ്പോഴും കറങ്ങാറുള്ളതാണ്. ഇവിടെങ്ങാണോ ബോധം കെട്ട് വല്ലതും കിടപ്പുണ്ടോ ചേട്ടൻ? നോക്കട്ടെ. എന്തായാലും ഇവിടെങ്ങാണോ ബോധം കെട്ട് വല്ലതും കിടപ്പുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ. എന്തായാലും നമുക്ക് എയർപോർട്ടിനകത്തൊക്കെ പോയി നോക്കാം കേട്ടോ. ഇവിടെങ്ങാണോ ബോധം കെട്ട് കിടപ്പുണ്ടോയെന്ന്. എയർപോർട്ടിലെ ഒരു സ്റ്റാഫാണ് കേട്ടോ എൻ്റെ ചേട്ടൻ. എയർപോർട്ടിൽ ഇങ്ങനെ ബില്ലൊക്കെ എഴുതുന്ന ഒരു സ്റ്റാഫാണ് ഗൈസ്. ഇവിടെ ഇല്ലല്ലോ. ആരാ എന്നെ വിളിക്കുന്നേ? എനിക്കറിയത്തില്ല. ഹലോ, ആരാ? ഗ്യാങ് മെമ്പേഴ്സിന്റെ ബോസോ? എന്താ ബോസോ വിളിച്ചത്? ഗ്യാങ് മെമ്പറാണ് വിളിച്ചത് ഗൈസ്. അവർ പറഞ്ഞു വെച്ചാൽ അവർ ട്രക്ക് തിരിച്ചു കൊടുക്കാനാണ്. നമ്മൾ ഈ റാമ്പിൻ്റെ അടിയിലാണ് ഈ ട്രക്ക് പാർക്ക് ചെയ്തിട്ടേക്കുന്നത്. എന്തായാലും നേരെ എടുക്കാൻ പോയി. എന്തായാലും റാമ്പിൻ്റെ അടിയിലാണ് പാർക്ക് ചെയ്തിട്ടേക്കുന്നത്. പെട്ടെന്ന് വേഗത്തിൽ ഓടിപ്പോയി എടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ചേട്ടനെ രക്ഷിക്കാനുള്ളതാ. എന്തായാലും ഗൈസ് നമുക്ക് നേരെ ലോറിയുടെ അടുത്തോട്ട് പോകാം കേട്ടോ. ഗൈസ് നമ്മൾ ലോറിയുടെ അടുത്ത് എത്തി ഗൈസ്. ഇനി ലോറി എടുക്കാം കേട്ടോ. നമുക്കിവിടുന്ന് ലോറി എടുക്കാം കേട്ടോ. നമുക്ക് നേരെ മുമ്പോട്ട് പോകാം കേട്ടോ. നമ്മൾ എന്തായാലും മുമ്പോട്ട് പോകുന്നുണ്ട് കേട്ടോ. അയ്യോ വണ്ടി ഇടിച്ച് ഗൈസ്. കുഴപ്പമില്ല, ചേട്ടനെങ്ങനെയെങ്കിലും രക്ഷിക്കണം. നിന്നെ ഞാൻ വഴിയിൽ പോവാൻ അനുവദിക്കത്തില്ല. മര്യാദക്കിറങ്ങടാ. ചാത്ത എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ എൻ്റെ ചേട്ടനെ രക്ഷിക്കാൻ വേണ്ടി പോവുക. ആണോ? ഇന്ന ചോദ്യത്തിന് ഉത്തരം പറയണം. ഞാൻ കുട്ടിച്ചാത്ത കിടക്കും കയറോടും.
ഉത്തരം പറ. തങ്ങ. ആൻസർ പൊക്കോളൂ. നമ്മളെ വഴി വെച്ചൊരു കുട്ടിച്ചാത്തൻ തടഞ്ഞായിരുന്നു. എന്തായാലും കുട്ടിച്ചാത്തൻ നമ്മളെ ചോദ്യം ചോദിപ്പിച്ചിട്ട് അങ്ങ് വിടുന്നുണ്ട് ഗൈസ്. ഈ കുട്ടിച്ചാത്തനെ കൊണ്ട് വളരെ ശല്യമായി ഗൈസ്. നമ്മുടെ ഉള്ള സമയവും കൂടി കുട്ടിച്ചാത്തൻ കളഞ്ഞിട്ടുണ്ട്. എന്തായാലും ഗൈസ്, എന്തായാലും നേരെ നമുക്ക് നമ്മുടെ സ്ഥലത്തോട്ട് പോകാട്ടോ. എന്തായാലും നമ്മുടെ ചേട്ടനെ രക്ഷിച്ചില്ലെങ്കിൽ പരിപാടി നടക്കത്തില്ല. ഈ സമയത്ത് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പ്രോക്റ്റ് 2K ആണ്, എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അടിപൊളിയാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ നമ്മുടെ സംഭവം വെച്ചാൽ 1.689 ആയിട്ടുണ്ട് കേട്ടോ. 89 ആയിട്ടുണ്ട്. എന്തായാലും ഗൈസ്, നമുക്ക് നേരെ ചേട്ടൻ ഓ, എന്നെ ഒന്നും ചെയ്യല്ലേ. ചെയ്യ മാത്രമല്ലടാ, നിന്നെ വെട്ടും ഞാനേടാ ഗ്രീൻ ജാം മെമ്പറിന്റെ ബോക്സ്. പേര് ഡേവിഡ്. എന്നോട് കളിച്ചാൽ നിന്റെ കളി പോവടാ. നിങ്ങൾക്ക് എന്നെ തൊടാൻ കഴിയില്ല. എന്റെ അനിയൻ ഇപ്പൊ വരും. എന്റെ അനിയൻ കുഞ്ഞു വന്ന് നിങ്ങളെ എല്ലാം അടിച്ചിട്ടിട്ട് എന്നെ രക്ഷിക്കും എന്തായാലും. ചേട്ടാ, ഞാൻ വന്ന്. ഇനി യുവമാരുടെ ഗതി അതോ ഗതി. എന്നെ ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഞാൻ ഗ്രീൻ ഗാങ്ങിന്റെ ഹെഡാണ്. എന്നെ തൊട്ട് കളിച്ച അക്കളി തീക്കളി പോലീസ്. പോലീസല്ല, ഞാൻ സാധാ ആളാണ്. എനിക്ക് ദേഷ്യം വന്നാ ഉണ്ടല്ലോ നിന്റെയൊക്കെ കഥ തീരും. ഈ നിന്റെ ഒക്കെ ഭീമടി അതോടെ തീർന്ന് നീയൊക്കെ ചേട്ടാ പോവാം. ചേട്ടൻ ബൈക്ക് എന്തായാലും നേരെ പോവാം. താങ്ക് യു ബ്രദർ, മൈ ബ്രദർ. നമുക്ക് നേരെ പോവാടാ കേട്ടോ. നേരെ പോവാം ബൈക്ക് എടുത്ത്. ചേട്ടൻ എങ്ങനെയാ അവർ തട്ടിക്കൊണ്ട് പോയെന്ന് പറയാം. ഞാൻ എന്റെ ഗേൾ ഫ്രണ്ടിനെ കണ്ടിട്ട് വഴി കൂടെ ബൈക്ക് ഓട്ടിച്ച് പോയപ്പോ അവന്മാരുടെ ഗ്രീൻ കളർ ട്രക്ക് കൊണ്ട് എന്നെ ഇടിച്ചിട്ട്. ഓ ചേട്ടാ, ചോദിച്ച നീ അല്ലേ ഇന്ത്യൻ ഫ്രാങ്ക്ലിന്റെ ചേട്ടൻ? ചോദിച്ചോവൻ എൻ്റെ നമ്മുടെ അങ്ങുള്ള സഹോദരനുണ്ട് ലോസ് ആഞ്ചലസിൽ. എന്തോ നമ്മുടെ ഫ്രാങ്ക്ലിൻ. എന്നെ കിട്ടാൻ വേണ്ടി അവന്മാര് എന്നെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചതെന്തായാലും. എന്നാലും ബൈക്ക് ഓട്ടിച്ച് പോവാം. നീ എന്നെ രക്ഷപ്പെടുത്തിയിരുന്നു. എന്റെ ഭാഗ്യം. എന്നാലും പോവാം. പോവട്ടെ വണ്ടി എടുത്ത്. അമ്മച്ചി വണ്ടി ഇടിച്ച് കുഞ്ഞോണ്ടാ. ഇന്ത്യൻ ഫ്രാങ്ക്ലി. എടാ ഇന്ത്യൻ ഫ്രാങ്ക്ലി. ഇന്ത്യൻ ഫ്രാങ്ക്ലി. ഇന്ത്യൻ ഫ്രാങ്ക്ലി. ഇന്ത്യൻ ഫ്രാങ്ക്ലിനെ ഇവിടെ അങ്ങ് കാണുന്നില്ലല്ലോ. ഇന്ത്യൻ ഫ്രാങ്ക്ലിൻ. ഇന്ത്യൻ ഫ്രാങ്ക്ലിൻ എന്തു പറ്റും? കമന്റ് ചെയ്യൂ. പ്രേ ഫോർ ലൈക്ക്. ബൈ.